പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസിനുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. കരിയർ ഓപ്ഷൻസ് ഫോർ കൊമേഴ്സ് സ്റ്റുഡൻസ്. ഇതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കൊമേഴ്സ് വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാ കുട്ടികളും തങ്ങളുടെ തൊഴിൽ സാധ്യതകൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മത്സരാധിഷ്ഠിതമായ ഈ ലോകത്ത് തനിക്ക് അനുഗുണമായിട്ടുള്ള തനിക്കേറെ താല്പര്യമുള്ള ഒരു തൊഴിൽ മേഖല കണ്ടെത്തുകയും ആ തൊഴിൽ മേഖലയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏക നിർണായകമാണ്. പഠനകാലത്ത് തന്നെ ഇത്തരം കരിയർ ഓപ്ഷൻസ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാത്രമേ പഠനകാലത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും ആ തൊഴിൽ മേഖലയ്ക്ക് അനുഗുണമായിട്ടുള്ള ശേഷികൾ നമ്മളിൽ വികസിപ്പിച്ചെടുക്കാനും സാധിക്കുകയുള്ളൂ. പൊതുവിൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് തൊഴിൽ അവസരങ്ങൾ, തൊഴിൽ സാധ്യതകൾ അവരുടെ മുന്നിൽ തുറന്ന് ലഭിച്ചിട്ടുണ്ട്. അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ ബിസിനസ് ലോകത്ത് തങ്ങളുടെ തൊഴിൽ മേഖല കണ്ടെത്താനും തനിക്ക് ഏറ്റവും അനുഗുണമായിട്ടുള്ള ശോഭിക്കാൻ കഴിയുന്ന മേഖല തിരിച്ചറിയുകയും ആ തൊഴിൽ മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള അറിവും ശേഷികളും സമ്പാദിക്കുകയും ചെയ്യേണ്ടത് ഈ പഠനകാലത്ത് തന്നെയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ കരിയർ വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 5 മേഖല ആണ് തങ്ങളുടെ താല്പര്യ മേഖലകളായിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട തൊഴിൽ മേഖലകളായിട്ട് സാധാരണ പരിഗണിക്കാറുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ അല്ലെങ്കിൽ അക്കൗണ്ട്സ് എന്നുള്ള മേഖല എല്ലാ കൊമേഴ്സ് വിദ്യാർത്ഥികളും ഇഷ്ടപ്പെടുന്നൊരു മേഖലയാണ്. കാരണം വളരെ താല്പര്യത്തോടു കൂടി കുട്ടികൾ അക്കൗണ്ടൻസി ഒരു പഠന വിഷയമായി കണ്ടുകൊണ്ട് അതിൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. അക്കൗണ്ടിങ് മേഖല അതുകൊണ്ട് തന്നെ കൊമേഴ്സുകാരെ സംബന്ധിച്ച് ഒരു ഇഷ്ടമേഖലയാണ്, ഏറെ പ്രിയപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ്. അതോടൊപ്പം തന്നെ ഫിനാൻസ് മേഖലകൾ, സാമ്പത്തിക രംഗത്ത് ഒരുപാട് തസ്തികകളിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമതായി മാനേജ്മെൻറ്റ് ഏരിയയാണ്. ബിസിനസ് സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റ് കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ താല്പര്യമുള്ള, ഏറെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്നൊരു മേഖല കൂടിയാണ്. അതോടൊപ്പം തന്നെ ബിസിനസ് മേഖലകളിൽ ഒരുപാട് അവസരങ്ങൾ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുണ്ട്. സ്വന്തമായിട്ടൊരു ബിസിനസ് സംരംഭം ആരംഭിച്ച് ഒരുപാട് പേർക്ക് തൊഴിൽ നൽകിക്കൊണ്ട് ബിസിനസ് മേഖലയിൽ ഒരുപാട് സാധ്യതകൾ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന അറിവും അടിസ്ഥാന പരിശീലനവുമാണ് കൊമേഴ്സ് ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമമേഖലയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുണ്ട്. ലീഗൽ അഡ്വൈസറായിട്ടും ലീഗൽ കൺസൾട്ടൻ്റായിട്ടും അല്ലെങ്കിൽ ലോ ഓഫീസറായിട്ടൊക്കെ ഒരുപാട് തസ്തികകൾ കൊമേഴ്സ് വിദ്യാർത്ഥികൾ സമീപകാലത്തായിട്ട് തൻ്റെ തൊഴിൽ മേഖല കരിപിടിപ്പിക്കാറുണ്ട്. സാധാരണ കൊമേഴ്സുകാർക്ക് താല്പര്യമുള്ള 5 പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. ഈ ഇഷ്ടമേഖലകളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഈ 2 വീഡിയോകളിലൂടെ ചർച്ച ചെയ്യാം. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള
ആ തസ്തികയിലേക്കുള്ള തൊഴിൽ സാധ്യതകളെക്കുറിച്ചും പഠന വഴികളെക്കുറിച്ചുമാണ്. കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള ആ ജോലി മേഖല. ഉയർന്ന ശമ്പളവും പ്രവർത്തന സ്വാതന്ത്ര്യവും കൊമേഴ്സ് വിദ്യാർത്ഥികളെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മേഖലയിലേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയും പരിശീലനവും നമുക്ക് ലഭിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നാണ്. ഇന്ത്യയിലെ പരമോന്നത അക്കൗണ്ടിംഗ് സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ, ICAI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ സമിതി, ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ആക്ട് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ പ്രത്യേക നിയമം പാസ്സാക്കി നിലവിൽ വന്ന നിയമ അംഗീകാരമുള്ള കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ. ദ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ആക്ട് 1949 പ്രകാരമാണ് ഈ സ്ഥാപനം നിലവിൽ വന്നിട്ടുള്ളത്. ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫങ്ഷൻസ് അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്, കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയുടെ കീഴിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. The ICAI is the second largest professional body of chartered accountants in the world. ലോകത്തിൽ തന്നെയുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബോഡിയാണ് ICAI. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യയിലൂടെ എങ്ങനെ നമുക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി തീരാം, അതിൻ്റെ വഴികളെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ടു ബിക്കം എ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഇൻ ഇന്ത്യ? അതിനുവേണ്ടി 2 എൻറോൾമെൻറ്റ് രീതികളാണുള്ളത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് 2 വ്യത്യസ്ത എൻറോൾമെൻറ്റ് രീതികളുണ്ട്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഫൗണ്ടേഷൻ കോഴ്സ് റൂട്ടിലൂടെയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. എന്നാൽ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഡയറക്റ്റ് എൻട്രി ലഭ്യമാണ്. ഇത്തരത്തിൽ 2 റൂട്ടുകളിലൂടെ നമുക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള ആ സ്വപ്ന ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും. ആദ്യമായിട്ട് നമ്മൾ +2 പൂർത്തിയാക്കിയതിന് ശേഷം അല്ലെങ്കിൽ +2 പഠനത്തിന് ശേഷം ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പാസ്സായി എങ്ങനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി തീരാമെന്ന് നോക്കാം. ഫസ്റ്റ്ലി ത്രൂ ഫൗണ്ടേഷൻ കോഴ്സ് റൂട്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാനുള്ള ഒന്നാമത്തെ റൂട്ടാണ് ഫൗണ്ടേഷൻ കോഴ്സ് റൂട്ട് എന്ന് പറയുന്നത്. ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ്. ആ എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായിക്കൊണ്ട് അവിടെ തുടർന്ന് ഉള്ള കോഴ്സുകളിലേക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാനുള്ള തുടർന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് ഒരു വിദ്യാർത്ഥി കടക്കാൻ കഴിയും. അപ്പോൾ ഇതിനുവേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത് എൻറോൾ ഫോർ ഫൗണ്ടേഷൻ കോഴ്സ് ആഫ്റ്റർ അപ്പിയറിംഗ് ഇൻ ദ ക്ലാസ് 12th എക്സാമിനേഷൻ. +2 പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സെക്കൻഡ് ഇയർ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ എക്സാം അപ്പിയർ ചെയ്യേണ്ടത്. സെക്കൻഡ് ഇയർ പഠനകാലത്ത് തന്നെ കോഴ്സിന് രജിസ്റ്റർ ചെയ്യുകയും രജിസ്ട്രേഷന് ശേഷം 5 മാസം കഴിയുമ്പോൾ ആ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ എക്സാമിനേഷൻ കുട്ടികൾക്ക് അപ്പിയർ ചെയ്യാനും കഴിയും. അപ്പോൾ സെക്കൻഡ് ഇയർ പഠനകാലത്ത് തന്നെ
അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എഴുതിയതിന് ഉടനടി തന്നെ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ എക്സാമിനേഷനും അപ്പിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് റൂട്ടിലൂടെ ആദ്യമായി ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ കോഴ്സിനുള്ള എൻറോൾമെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. ഈ ഫൗണ്ടേഷൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്യേണ്ടത് ഒരു വർഷം 2 പ്രാവശ്യമായിട്ട് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. നവംബറിലും മെയ്യിലുമാണ് സാധാരണ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ നവംബർ എക്സാമിനേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 30th ജൂൺ ആണ്. എല്ലാ വർഷവും ജൂൺ 30 മുന്നേ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നവംബറിലെ എക്സാം കുട്ടികൾക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡ് ഇയറിൽ പഠനം പൂർത്തീകരിച്ച കുട്ടികളെ സംബന്ധിച്ച് ആ വർഷം തന്നെ അവർക്ക് ഫൗണ്ടേഷൻ എക്സാമിനേഷന് അപ്പിയർ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി എല്ലാ വർഷവും മാർച്ച് 31 രജിസ്റ്റർ ചെയ്യണം. എക്സാമിനേഷൻ മെയ്യിലാണ് കണ്ടക്ട് ചെയ്യപ്പെടുക. ഹയർ സെക്കൻഡറി എക്സാം മാർച്ചിൽ കഴിഞ്ഞതിന് ശേഷം മെയ് മാസമായിരിക്കും ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ എക്സാമിനേഷൻ നടക്കുക. അങ്ങനെ വർഷത്തിൽ 2 പ്രാവശ്യം ഫൗണ്ടേഷൻ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്, നവംബറിലും മെയ്യിലും. നവംബർ എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യണമെങ്കിൽ ജൂൺ 30 മുമ്പ്, ആ വർഷം ജൂൺ 30 മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. മെയ്യിൽ ആണ് എക്സാം അപ്പിയർ ചെയ്യുന്നതെങ്കിൽ ഡിസംബർ 31 കോഴ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിലാണ് ഈ കോഴ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത്. ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് നേരിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിലൂടെയോ അതല്ലെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന അനവധി സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം സ്ഥാപനം മുഖാന്തരമോ നമുക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്, നിശ്ചിത രജിസ്ട്രേഷൻ ഫീസ് അടച്ചുകൊണ്ട്. അപ്പോൾ ആ ഫൗണ്ടേഷൻ എക്സാമിനേഷനാണ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആ എക്സാമിനേഷൻ പാസ്സായതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. CA കോഴ്സിൻ്റെ 2ാമത്തെ ഘട്ടമാണ് ഇൻ്റർമീഡിയറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ എക്സാമിനേഷനിൽ യോഗ്യത നേടിക്കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നത് ഒരു കാൻഡിഡേറ്റ്. ആ ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ആഴ്ച IT പരിശീലനം ആവശ്യമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേൽനോട്ടത്തിൽ 4 ആഴ്ച ദൈർഘ്യമുള്ള IT സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റുള്ള കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അതിന് നിർബന്ധമായിട്ടും കുട്ടികൾ പങ്കെടുക്കേണ്ടതുണ്ട്. അണ്ടർഗോ 4 വീക്സ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. ദെൻ ആ 4 വീക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് 8 മാസത്തിനുള്ളിൽ അവർക്ക് ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ കഴിയും. അപ്പിയർ ഇൻ ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഓൺ കംപ്ലീഷൻ ഓഫ് 8 months ഓഫ് കോഴ്സ് സ്റ്റഡി. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോഴ്സിൻ്റെ ആ കോഴ്സ് കാലയളവ് എന്ന് പറഞ്ഞാൽ 8 months ആണ്. ആ 8 മാസത്തിന് ശേഷം കുട്ടികൾക്ക് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാം. ഇൻ്റർമീഡിയറ്റ് കോഴ്സിൻ്റെ എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോഴ്സ് എന്ന് പറയുന്നത് 8 മാസം ദൈർഘ്യമുള്ളൊരു കോഴ്സ് മാത്രമാണ്. രജിസ്റ്റർ ചെയ്തിട്ട് 8 മാസത്തിന് ശേഷം അവിടെ പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് അപ്പിയർ ചെയ്യാൻ കഴിയും. ഇൻ്റർമീഡിയറ്റ് കോഴ്സിൻ്റെ എക്സാമിനേഷന് വേണ്ടി അപ്പിയർ ചെയ്യാൻ സാധിക്കും. ആ ഇൻ്റർമീഡിയറ്റ് കോഴ്സ് എന്ന് പറയുന്നത് 2 ഗ്രൂപ്പിലുള്ള എക്സാമിനേഷൻസാണ്. അതിലേതെങ്കിലും ഒരു ഗ്രൂപ്പെങ്കിലും കിട്ടിയെങ്കിൽ കുട്ടിക്ക് ആർട്ടിക്കിൾഷിപ്പിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്ന ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടി പങ്കെടുക്കുക എന്നുള്ളതാണ്. ജോയിൻ ആർട്ടിക്കിൾഡ് ട്രെയിനിങ് ആഫ്റ്റർ പാസിംഗ് ഐദർ ഓഫ് ദ ഗ്രൂപ്പ്
ഓർ ബോത്ത് ഗ്രൂപ്പ്സ് ഓഫ് ഇൻ്റർമീഡിയറ്റ് കോഴ്സ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോഴ്സിൻ്റെ 2 ഗ്രൂപ്പുകളാണുള്ളത്. അതിലേതെങ്കിലും ഒരു ഗ്രൂപ്പ് പാസ്സായാൽ 2 ഗ്രൂപ്പും പാസ്സാകുകയോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പാസ്സാകുകയോ ചെയ്താൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾഡ് ട്രെയിനിങ്ങിന് പങ്കെടുക്കാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടൻ്റെ കീഴിൽ അവിടെ 3 വർഷക്കാലത്തെ ട്രെയിനിങ് ആണ് ആർട്ടിക്കിൾഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇൻ്റർമീഡിയറ്റ് കോഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ 2 ഗ്രൂപ്പുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ പാസ്സായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കീഴിൽ ആർട്ടിക്കിൾഡ് ട്രെയിനിങ്ങിന് പങ്കെടുക്കാവുന്നതാണ്. Then in the next step, clear the balance group if any for intermediate examination. അപ്പോൾ 2 ഗ്രൂപ്പും പാസ്സാകുന്നതിന് മുമ്പാണ് ആർട്ടിക്കിൾഷിപ്പിന് വേണ്ടിയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കീഴിൽ ജോയിൻ ചെയ്തതെങ്കിൽ അവർ തുടർന്ന് ലഭിക്കാത്ത ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് എഴുതിയെടുക്കേണ്ടതുണ്ട്. കാരണം 2 ഗ്രൂപ്പും പാസ്സായെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഫൈനൽ എക്സാമിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ഘട്ടം ഫൈനൽ കോഴ്സാണ്. ഇൻ്റർമീഡിയറ്റ് കോഴ്സിൻ്റെ 2 ഗ്രൂപ്പും പാസ്സായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫൈനൽ കോഴ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഈ കാലയളവിൽ വീണ്ടും ഒരു അഡ്വാൻസ്ഡ് IT ട്രെയിനിങ്ങിന് കുട്ടികൾ വിധേയരാകേണ്ടതുണ്ട്. അണ്ടർഗോ 4 വീക്സ് അഡ്വാൻസ്ഡ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. ആ 4 ആഴ്ച പരിശീലനം പൂർത്തിയാക്കുന്നതിന് ശേഷം കുട്ടികൾക്ക് ഫൈനൽ എക്സാമിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. Appear in the final examination on completion of the practical training or while serving last 6 months of articled training. നാം കാണുകയുണ്ടായി 3 വർഷമാണ് ആർട്ടിക്കിൾഷിപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കീഴിൽ 3 വർഷക്കാല പരിശീലനമാണ്. ആ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞോ അല്ലെങ്കിൽ പൂർത്തിയാകാൻ 6 മാസം മുന്നെയോ കുട്ടികൾക്ക് ഫൈനൽ എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. തുടർന്ന് 3 വർഷത്തെ ആർട്ടിക്കിൾഡ് ട്രെയിനിങ് ആർട്ടിക്കിൾഷിപ്പ് പൂർത്തിയാക്കുകയും ഫൈനൽ എക്സാമിനേഷൻ പാസ്സാകുകയും ചെയ്യണം. അങ്ങനെ ഫൈനൽ എക്സാമിനേഷൻ പാസ്സായതിനു ശേഷമാണ് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ എൻറോൾമെൻറ്റ്, ഒരു മെമ്പർ എന്ന നിലയിൽ എൻറോൾമെൻറ്റ് ലഭിക്കുകയും അയാളെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി മാറാനുള്ള ഒന്നാമത്തെ കടമ്പ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും +2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഉടനടി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കോഴ്സിലേക്ക് പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് അവർ അഭിമുഖീകരിക്കേണ്ടത്. അപ്പോൾ +2 പഠനകാലത്ത് തന്നെ ഈ ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ഉചിതമാണ്. ചില ട്രെയിനിങ് സെൻറ്ററുകളിൽ കുട്ടികൾക്ക് ഷോർട്ട് ആൻഡ് ലോങ് ടൈം കോഴ്സുകൾ ഇതിനു വേണ്ട പ്രിപ്പറേഷന് വേണ്ടി നൽകുന്നുണ്ട്. എന്നാൽ കുട്ടികൾക്ക് സെൽഫ് സ്റ്റഡി നടത്തിക്കൊണ്ട് വളരെ അനായാസം പാസ്സാകാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് ഫൗണ്ടേഷൻ കോഴ്സ് പരീക്ഷ എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ കോഴ്സിൽ എന്തൊക്കെ സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടതെന്ന് കൂടി ശ്രദ്ധിക്കുക. സബ്ജക്ട്സ് കവേർഡ് ഇൻ ഫൗണ്ടേഷൻ കോഴ്സ്. CA ഫൗണ്ടേഷൻ കോഴ്സിൽ എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത്? അതിലെ ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. 100 മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനാണ്. പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ് +1 +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന അക്കൗണ്ടൻസി പാഠഭാഗങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും അതിലുണ്ടാവുക. പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ്. ദെൻ പേപ്പർ 2 എന്ന് പറയുന്നത് ബിസിനസ് ലോ
ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്. 100 മാർക്കിൻ്റെ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ബിസിനസ് ലോ ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഈ വിഷയത്തിന് 2 പാർട്ടുകൾ ഉണ്ടായിരിക്കും. സെക്ഷൻ എ എന്ന് പറയുന്ന ബിസിനസ് ലോ ആണ്. ബിസിനസ് രംഗത്ത് ആവശ്യമുള്ള വിവിധ നിയമങ്ങൾ, ബിസിനസ് ലോകളെ കുറിച്ചാണ് പഠിക്കുന്നത്. 60 മാർക്ക് വെയിറ്റേജ് ആണ് ഈ ഏരിയയ്ക്കുള്ളത്. സെക്ഷൻ ബി എന്ന് പറയുന്നത് ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. അത് 40 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഈ ബി പാർട്ടിൽ നിന്നുണ്ടാവുക. അപ്പോൾ ബിസിനസ് ലോസും ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്നുള്ള 2 പാർട്ടുകൾ ചേരുന്നതാണ് പേപ്പർ 2 എന്ന് പറയുന്നത്. ദെൻ പേപ്പർ 3 എന്ന് പറയുന്നത് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് ആൻഡ് ഓൾസോ സ്റ്റാറ്റിസ്റ്റിക്സ്. 100 മാർക്കിൻ്റെ മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളുന്ന ഒരു പരീക്ഷയാണത് പേപ്പർ 3 എന്ന് പറയുന്നത്. അതിൽ ബിസിനസ് മാത്തമാറ്റിക്സ് ഉണ്ട്, ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ്. 60 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് ബിസിനസ് മാത്തമാറ്റിക്സ് കൂടെ പഠിക്കേണ്ടതുണ്ട്. മാത്തമാറ്റിക്സ് ഓപ്ഷനുള്ള കുട്ടികളെ സംബന്ധിച്ച് വളരെ ഈസി ആണെങ്കിലും മറ്റ് വിദ്യാർത്ഥികൾ ഇതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടത് ആവശ്യമുണ്ട്. ലോജിക്കൽ റീസണിങ് നമുക്ക് സെൽഫ് ലേണിങ്ങിലൂടെ കുറേയൊക്കെ സ്വായത്തമാക്കാൻ കഴിയും. മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് തുടക്കം മുതലേ കുട്ടികൾ പഠിക്കേണ്ടത് അനിവാര്യമാണ് ഇവിടെ CAക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. കാരണം മാത്തമാറ്റിക്സ് ഒരു ഏരിയ ആയിട്ട് ഫൗണ്ടേഷൻ കോഴ്സിൽ വരുന്നുണ്ട്. 60 മാർക്കിൽ മാത്തമാറ്റിക്സും ലോജിക്കൽ റീസണിങ്ങുമാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് 40 മാർക്കിന്. +2 തലത്തിൽ ഇക്കണോമിക്സിൻ്റെ പാർട്ടായിട്ട് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഏരിയ ആണത്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 40 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ മാത്തമാറ്റിക്സും ലോജിക്കൽ റീസണിങ്ങും സ്റ്റാറ്റിസ്റ്റിക്സും ഉൾപ്പെടുന്നതാണ് പേപ്പർ 3. പേപ്പർ 4 എന്ന് പറയുന്നത് ബിസിനസ് ഇക്കണോമിക്സ് ആൻഡ് ബിസിനസ് ആൻഡ് കൊമേഴ്സ്യൽ നോളജാണ്. ഇക്കണോമിക്സിൻ്റെ ഏരിയ ആണ്. +1ലും +2ലും കൊമേഴ്സ് കോമ്പിനേഷൻ എടുത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഒരു വിഷയമാണ് ഇക്കണോമിക്സ്. അതിനെ അധികരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ബിസിനസ് ഇക്കണോമിക്സ് ആൻഡ് ബിസിനസ് ആൻഡ് കൊമേഴ്സ്യൽ നോളജിലും പ്രധാനമായിട്ടുണ്ടാവുക. ഇതിൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന 60 മാർക്കിനാണ്. ഇക്കണോമിക്സിൻ്റെ ഏരിയ 60 മാർക്കിനായിരിക്കും. ബാക്കി 40 മാർക്കിന് ബിസിനസ് ആൻഡ് കൊമേഴ്സ്യൽ നോളജാണ്. കറണ്ട് അഫയേഴ്സ് അടക്കമുള്ള ബിസിനസ് രംഗത്തുള്ള അറിവ് പരിശോധിക്കുന്ന മേഖലയാണ് 40 മാർക്കിൻ്റെ. അപ്പോൾ ഇതിൽ നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ ഏരിയയും +2 സിലബസിനെ ബേസ് ചെയ്ത് തന്നെ ഉള്ളതാണ്. കുട്ടികളെ സംബന്ധിച്ച് +2 പഠനകാലത്ത് തന്നെ വേണ്ട തയ്യാറെടുപ്പുകൾ അതുകൊണ്ട് ഫൗണ്ടേഷൻ കോഴ്സ് നടത്താൻ വേണ്ടി വളരെ അനായാസം കഴിയും. ഇതിൽ പേപ്പർ 3 ആൻഡ് 4 ഈ 2 പേപ്പേഴ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമുള്ള പരീക്ഷയാണ്. എന്നാൽ അതിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 4 ഉത്തരങ്ങൾ തെറ്റിപ്പോയാൽ 1 മാർക്ക് നഷ്ടപ്പെടും. അത്തരത്തിൽ നെഗറ്റീവ് മാർക്കിംഗ് കൂടിയുള്ള പരീക്ഷകളാണ് പേപ്പർ 3യും പേപ്പർ 4ഉം. പേപ്പർ 1ഉം 2ഉം എന്നാൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് വിവരണാത്മക ചോദ്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന പരീക്ഷയാണ്. എന്നാൽ ഈ പരീക്ഷകൾക്കൊക്കെയുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. രജിസ്ട്രേഷൻ സമയത്ത് അടയ്ക്കുന്ന പണം ആ സ്റ്റഡി മെറ്റീരിയലിന് കൂടെ ഉള്ള പണമാണ് നമ്മൾ നൽകുന്നത്. സോ ദ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇഷ്യൂസ് കോംപ്രിഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽ കവറിങ് ഓൾ 4 സബ്ജക്ട്സ്. ഈ 4 സബ്ജക്റ്റുകൾക്കുമുള്ള
സ്റ്റഡി മെറ്റീരിയൽ രജിസ്ട്രേഷന് ശേഷം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് സെൽഫ് സ്റ്റഡീസ് സാധ്യമാണ്. അതിനു പുറമെ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അതിനുവേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സസ് ഒക്കെ നമുക്കെന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ നിന്നും ലഭ്യമാണ്, ഫ്രീ ഓഫ് കോസ്റ്റ്, ഫ്രീ ആയിട്ട്. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് പാസ്സാകാനുള്ള മിനിമം സ്കോർ എത്രയാണ്? പാസിംഗ് ക്രൈറ്റീരിയ ഇൻ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ. എ ഫൗണ്ടേഷൻ കോഴ്സ് കാൻഡിഡേറ്റ് ഷാൽ ബി declared to have passed the examination if he or she obtains at one sitting a minimum of 40% marks in each paper. അപ്പോൾ ഒരു പ്രാവശ്യം പരീക്ഷ എഴുതുമ്പോൾ എല്ലാ വിഷയത്തിനും ഏറ്റവും കുറഞ്ഞത് 40% വേണം, അഗ്രഗേറ്റ് 50% വേണം. 4 വിഷയം കൂടെ കൂട്ടിയിട്ട് അവിടെ 400-ൽ 200 മാർക്ക് കുട്ടിക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് മിനിമം എന്ന് പറയുന്നത് 40% ആണ്. 100-ൽ 40 മാർക്ക് ലഭിച്ചാൽ മതി ഇൻഡിവിജ്വലായിട്ട് ഓരോ വിഷയവും പാസ്സാവാൻ. എന്നാൽ അഗ്രഗേറ്റ് ആയിട്ട് ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 200 അവിടെ ആവശ്യമാണ്. 400-ൽ 200 മാർക്ക് ആവശ്യമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പേപ്പർ 3, 4 എന്നിവയ്ക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. തെറ്റായ 4 ആൻസർ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 1 മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് ലഭിച്ച മാർക്കിൽ നിന്നും 1 മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. അതായത് 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിക്കുകയാണെങ്കിൽ അവിടെ 0.25 സ്കോർ അല്ലെങ്കിൽ 1/4 മാർക്ക് നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. തുടർന്ന് നമുക്ക് അതിൻ്റെ ഡയറക്റ്റ് എൻട്രി റൂട്ടിനെ കുറിച്ച് നോക്കാം. അതായത് ഡിഗ്രിക്കോ PGക്കോ ശേഷം ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിൽ നമുക്ക് പ്രവേശനമുണ്ട്. അതാണ് ഡയറക്റ്റ് എൻട്രി റൂട്ട് എന്ന് പറയുന്നത്. ഡിഗ്രിയോ PGയോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് എൻട്രി റൂട്ടിലൂടെ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി മാറാൻ കഴിയും. നമുക്കറിയാം +2 പഠനത്തിന് ശേഷം 3 വർഷം ഡിഗ്രി പഠനത്തിന് ശേഷമാണ് ഈ സൗകര്യം ലഭ്യമായിട്ടുള്ളത്. ഡിഗ്രി കാലയളവെന്ന് പറയുന്നത് 3 വർഷമാണ്. ആ 3 വർഷത്തിന് ശേഷം മാത്രമേ നമുക്ക് ഡയറക്റ്റ് എൻട്രി റൂട്ടിലൂടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ആവശ്യമില്ല. എലിജിബിലിറ്റി എന്ന് പറയുന്നത് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, കൊമേഴ്സിൽ ഡിഗ്രിയോ അതായത് BComോ അല്ലെങ്കിൽ BBAയോ കംപ്ലീറ്റ് ചെയ്ത ശേഷം അതിന് 55% മാർക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തുടർന്ന് MCom പഠിച്ചിട്ടുണ്ടെങ്കിൽ MComന് ശേഷവും CAക്ക് പോകാം. അപ്പോൾ അവിടെ BComോ MComോ ഒരു കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് 55% മാർക്കുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് CAക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എന്നാൽ മറ്റു വിഷയങ്ങളുടെ കൊമേഴ്സ് അല്ലാത്ത മറ്റു വിഷയങ്ങളിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത കുട്ടികളെ സംബന്ധിച്ച് 60 മാർക്ക് ആവശ്യമുണ്ട് എൻറോൾമെൻറ്റിന്. അവിടെ നേരിട്ട് ഇൻ്റർമീഡിയറ്റ് കോഴ്സിലേക്കാണ് രജിസ്റ്റർ ചെയ്യപ്പെടുക. എൻട്രൻസ് എക്സാമിനേഷനായിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സ് ഡിഗ്രിയോ PGയോ കംപ്ലീറ്റ് ചെയ്തവർക്ക് ആവശ്യമില്ല. അതായത് BCom ഹോൾഡേഴ്സ് ആണെങ്കിൽ 55% മാർക്കുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് CAക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളാണെങ്കിൽ 60% മിനിമം മാർക്കുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഡിഗ്രിയോ PGയോ കംപ്ലീറ്റ് ചെയ്തവർക്ക് നേരിട്ട് ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അവിടെയും ഉദ്യോഗാർത്ഥികൾ 4 മാസ IT ട്രെയിനിങ് വിധേയരാകേണ്ടതുണ്ട്. undergo 4 weeks integrated course on information technology and soft skills. then അതിനുശേഷം നേരിട്ട് 3 year ട്രെയിനിങ്ങിന്, പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കീഴിൽ പോസ്റ്റിംഗ് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് എൻട്രി നടത്തുന്ന കുട്ടികളെ സംബന്ധിച്ച്
അവർക്ക് നേരിട്ട് ആർട്ടിക്കിൾഷിപ്പിലേക്ക് പോകാവുന്നതാണ്. 4 മാസ ഇൻ്റഗ്രേറ്റഡ് ട്രെയിനിങ് ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള ട്രെയിനിങ് പൂർത്തിയാക്കിയതിന് ശേഷം അവർക്ക് ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ കീഴിൽ ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്യാൻ കഴിയും. ഇവിടെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ വരുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് അവർ ഇൻ്റർമീഡിയറ്റ് കോഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പാസ്സായെങ്കിൽ മാത്രമേ അവർക്ക് ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ PG കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ട്. അവർക്കെന്നാൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പാസ്സാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കോഴ്സിൻ്റെ എക്സാം പാസ്സാകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ കീഴിൽ ട്രെയിനിങ്ങിന് പങ്കെടുക്കാവുന്നതാണ്. So the third step is register for practical training of 3 years. Then അവിടെ ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷന് അവർക്ക് അപ്പിയർ ചെയ്യാവുന്നതാണ്. 9 മാസം രജിസ്റ്റർ ചെയ്തിട്ട് 9 മാസം പൂർത്തിയാക്കിയാൽ അവർക്ക്, അതായത് പ്രാക്ടിക്കൽ ട്രെയിനിങ് 9 മാസം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാവുന്നതാണ്. 9 മാസം ആർട്ടിക്കിൾഷിപ്പ് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് അപ്പിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് ഇൻ്റർമീഡിയറ്റ് കോഴ്സിൻ്റെ 2 ഗ്രൂപ്പും പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് CA ഫൈനൽ കോഴ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ കഴിയും. ഇൻ്റർമീഡിയറ്റ് കോഴ്സിൻ്റെ 2 ഗ്രൂപ്പും പാസ്സായതിനു ശേഷം ഫൈനൽ കോഴ്സിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ദെൻ ഈ ഘട്ടത്തിലും അഡ്വാൻസ്ഡ് IT ട്രെയിനിങ്ങിന് കുട്ടികൾ വിധേയരാകേണ്ടതുണ്ട്. അണ്ടർഗോ 4 weeks അഡ്വാൻസ്ഡ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. ദെൻ appear in the final examination on completion of the practical training or while serving last 6 months of the articled training. അവിടെ ആർട്ടിക്കിൾഡ് ട്രെയിനിങ് പൂർത്തിയാക്കിയതിന് ശേഷമോ അല്ലെങ്കിൽ പൂർത്തിയാകുന്നതിന് 6 മാസം മുന്നെയോ, എന്ന് പറഞ്ഞാൽ 2.5 വർഷം പൂർത്തിയാക്കിയതിന് ശേഷം ഫൈനൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് അപ്പിയർ ചെയ്യാവുന്നതാണ്. ദെൻ ആർട്ടിക്കിൾഡ് ട്രെയിനിങ് 3 വർഷം കൊണ്ട് പൂർത്തിയാക്കുക. അവിടെ ഫൈനൽ എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് എൻറോൾ ചെയ്യപ്പെടും. So enroll as a member of ICAI and be designated as chartered accountant. +2 കഴിഞ്ഞിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സിലൂടെയുള്ള എൻട്രിയും ഡിഗ്രിയോ PGയോ പൂർത്തിയാക്കിയതിന് ശേഷം ഉള്ള ഡയറക്റ്റ് എൻട്രി റൂട്ടും 2 തരത്തിൽ CA കോഴ്സിന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ആദ്യത്തെ രീതിയാണെങ്കിൽ എൻട്രൻസ് എക്സാം പാസ്സായതിനു ശേഷം ഇൻ്റർമീഡിയറ്റിലേക്ക് കടക്കുകയും അതിൻ്റെ ഒരു ഗ്രൂപ്പെങ്കിലും പാസ്സായതിനു ശേഷം ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങുകയും ചെയ്യാം. ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങിയതിന് ശേഷം 2 ഗ്രൂപ്പും പാസ്സായി കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിനേഷന് ആർട്ടിക്കിൾഷിപ്പ് 2.5 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ഫൈനൽ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എൻറോൾമെൻറ്റ് ലഭിച്ചു കഴിയുമ്പോൾ അയാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് മാറും. വളരെ കുറഞ്ഞ തുകയിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കോഴ്സ് എന്ന നിലയിൽ സാധാരണക്കാർക്ക് പോലും ഏറെ പ്രിയങ്കരമായിട്ടുള്ളൊരു കോഴ്സാണ് CA കോഴ്സ്. അതിൻ്റെ ഫീസ് സ്ട്രക്ചർ നമുക്കൊന്ന് പരിശോധിക്കാം. ഫൗണ്ടേഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് 9,000 രൂപയാണ് ഫീ. തുടർന്ന് എക്സാം രജിസ്ട്രേഷൻ ചെറിയൊരു ഫീസുണ്ട്. ദെൻ ഇൻ്റർമീഡിയറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫീസ് 18,000 രൂപയാണ്. ഫൈനൽ കോഴ്സിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് 22,000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ മൊത്തം കോഴ്സ് ഫീസ് 50,000-ൽ താഴെ മാത്രമേ ഉള്ളൂ. അതിന് പുറമെ ചെറിയ എമൗണ്ട് എക്സാമിനേഷൻ ഫീസായിട്ട് നൽകേണ്ടതായിട്ടുണ്ട്.
എന്നാൽ ഈ രജിസ്ട്രേഷൻ ഫീസിനോടൊപ്പം സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് ലഭ്യമാണ്. ഈ തുക അടച്ചു കഴിയുമ്പോൾ ഈ കോഴ്സിന് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ആവശ്യമായിട്ടുള്ള മുഴുവൻ പുസ്തകങ്ങളും നമുക്ക് ലഭ്യമാക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ സെൽഫ് സ്റ്റഡി മോഡിലൂടെ നമുക്ക് CA കോഴ്സ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ അനവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ CA കോഴ്സിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നതിൽ സജീവമായിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ ചേർന്നുകൊണ്ടോ, അത്തരം സ്ഥാപനങ്ങൾ ചേരുമ്പോൾ ആ സ്ഥാപനത്തിലെ ട്യൂഷൻ ഫീസായിട്ട് വലിയ തുക അടയ്ക്കേണ്ടി വരും. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അടയ്ക്കേണ്ട തുക ഈ 50,000-ൽ താഴെ മാത്രമുള്ള തുക മാത്രമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ ഏറ്റവും മിടുക്കരായുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ സെൽഫ് സ്റ്റഡി ആയിട്ട് ഇത്തരം കോഴ്സുകൾ വിജയിക്കാൻ കഴിയും. അല്ലെങ്കിൽ പ്രൈവറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൂടെ ഇത്തരം കോഴ്സുകളെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളും അനവധിയാണ്. അടുത്തായിട്ട് നമ്മൾ CMA എന്നുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് മേഖലയിലേക്ക് എങ്ങനെ എത്താമെന്ന് കാണാം. കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് CMA എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്നുള്ള തസ്തികയിലേക്കുള്ള മേഖലയാണത്. കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. അമേരിക്കയിൽ CMA എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ചാർട്ടേഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്നാണ് അവിടെ പറയുക. ചാർട്ടേഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്നാണ് ആ തസ്തിക അമേരിക്കയിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ അത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. CMA കോഴ്സ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള സ്ഥാപനമാണത്. ഇതും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പാർലമെൻറ്റിൽ പ്രത്യേക നിയമം പാസ്സാക്കി നിലവിൽ വന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് കാണാം. The Institute of Cost Accountants of India, formerly they were known as Institute of Cost and Works Accountants of India, ICWAI എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ CMAയ്ക്ക് പകരം പഴയകാലത്ത് അറിയപ്പെട്ടിരുന്ന ICWA എന്നായിരുന്നു. അപ്പോൾ പഴയകാലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ്. അതാണ് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. Was first established in 1944 as a registered company under the Companies Act. കമ്പനീസ് ആക്ട് പ്രകാരം ഒരു രജിസ്റ്റേർഡ് കമ്പനി ആയിട്ട് നിലവിൽ വന്നു 1944. എന്നാൽ 1959 പ്രത്യേക നിയമപ്രകാരം അതിനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു. In 1959 the institute was established by a special act of parliament, the Cost and Works Accountants Act 1959. ഈ നിയമപ്രകാരം ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊഫഷണൽ ബോഡിയായി മാറിയത്. The Institute of Cost Accountants of India is the only recognized statutory professional organization and licensing body in India specializing exclusively on cost and management accountancy. കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിയിൽ വേണ്ട പരിശീലനം കൊടുക്കുകയും ആ രംഗത്ത് സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ട് അക്കൗണ്ടൻറ്റുമാർക്ക് പരിശീലനം നൽകി അവരെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ആക്കുന്ന ഇന്ത്യയിലെ നിയമ അംഗീകാരമുള്ള ഗവൺമെൻറ് അംഗീകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. A cost accountant is a person who performs services involving the costing or pricing of goods and services or the preparation and verification and certification of cost accounting and related statements. ഇപ്പോൾ എന്താണ് ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടി?
കോസ്റ്റിംഗ് ഓർ പ്രൈസിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുക. ഓൾസോ പ്രിപ്പറേഷൻ, വെരിഫിക്കേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആൻഡ് റിലേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. CMA കോഴ്സിനെ കുറിച്ച് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്കൊന്ന് കാണാം. CMA കോഴ്സ് ക്യാൻ ബി കംപ്ലീറ്റഡ് വിതിൻ 2 years and a half, 2.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ഫൗണ്ടേഷൻ കോഴ്സ് റൂട്ടിലൂടെ ആണെങ്കിലും 2.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. കോഴ്സ് ഫോർ വർക്കിംഗ് പേഴ്സണൽ, ഏൺ വൈൽ യു ലേൺ. ജോലി ചെയ്തുകൊണ്ട് തന്നെ നമുക്കെന്താണ് ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ കഴിയും. ജോലി ചെയ്തുകൊണ്ട് തന്നെ. ക്യാൻ ബി സ്റ്റഡീഡ് അലോങ് വിത്ത് എനി അതർ അക്കാഡമിക് ഓർ പ്രൊഫഷണൽ കോഴ്സ്. മറ്റേത് കോഴ്സും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ചെയ്യാൻ കഴിയും. BComൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ കോഴ്സ് കൂടെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ MCom പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ കോഴ്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മറ്റു കോഴ്സുകളുടെ പഠന കാലയളവിൽ തന്നെ എന്താണ് ഇതേ കോഴ്സ് നമുക്ക് ചെയ്യാൻ കഴിയും. റെഡി ടു സെർവ് ഇൻഡസ്ട്രി, ഈവൻ ബീങ് എ ഫൗണ്ടേഷൻ ഓർ ഇൻ്റർമീഡിയറ്റ് ക്വാളിഫൈഡ്. അവിടെ ഫൗണ്ടേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കെന്താണ് ചെറിയ സ്ഥാപനങ്ങളുടെ ഒരു കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ജോലികൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഫൗണ്ടേഷനോ ഇൻ്റർമീഡിയറ്റോ കഴിഞ്ഞാൽ പോലും തൊഴിൽ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മേന്മ ഈ കോഴ്സിൻ്റെ. CA കോഴ്സിനെന്ന പോലെ CMA കോഴ്സിനും 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഘട്ടം CA കോഴ്സിൻ്റെ പോലെ ഫൗണ്ടേഷൻ തന്നെയാണ്. ഫൗണ്ടേഷൻ അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പഠനകാലത്ത് തന്നെ ഈ കോഴ്സ് രജിസ്റ്റർ ചെയ്യാം. എന്നാൽ എക്സാം എഴുതണമെങ്കിൽ അവിടെ 10+2 ഓർ ഈക്വലൻ്റ് എക്സാമിനേഷൻ +2 പാസ്സായിരിക്കണം. ഇത് 2ാം ഘട്ട ഇൻ്റർമീഡിയറ്റ് കോഴ്സാണ്. അതിനുവേണ്ടി ഇൻ്റർമീഡിയറ്റിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ CMAയുടെ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ CAT എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാലും മതി. അത്തരത്തിലുള്ള യോഗ്യതകൾ ഉണ്ടെങ്കിൽ നേരിട്ട് എന്താണ് ഇൻ്റർമീഡിയറ്റിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ഫൈനൽ എക്സാമിനേഷനും. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് CA എക്സാമിനേഷൻ പോലെ തന്നെ CMAയുടെ എക്സാമിനേഷൻ നടക്കുന്നത്. ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ എന്നിങ്ങനെ 3 ഘട്ടങ്ങൾ. +2 പൂർത്തിയാക്കിയ കുട്ടികളെ സംബന്ധിച്ച് നേരിട്ട് ഫൗണ്ടേഷൻ എന്നുള്ള എൻട്രൻസ് എക്സാമിനേഷനിലേക്കാണ് കടക്കുന്നത്. എന്നാൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് നേരിട്ട് ഇൻ്റർമീഡിയറ്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കും. ദെൻ ഇൻ്റർമീഡിയറ്റ് കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ഫൈനൽ കോഴ്സിലേക്ക് പ്രവേശനം ലഭിക്കും. കോഴ്സ് ഫീസ് നമുക്കൊന്ന് നോക്കാം. ഫൗണ്ടേഷന് 6000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഇൻ്റർമീഡിയറ്റിനാകട്ടെ 22,000 22,000 രൂപയാണ്. ഫൈനൽ എക്സാമിനേഷൻ 25,000 രൂപയാണ്. അത് ഇന്ത്യൻ റുപ്പീസ് ഇതിലോ ഡോളർ രീതിയിലോ അടയ്ക്കാവുന്നതാണ്. ഫോറിൻ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഡോളർ ടേംസിലാണ് ഫീസ് നിശ്ചയിക്കുക. അപ്പോൾ CA കോഴ്സിന് പോലെ തന്നെ CMA കോഴ്സിനും വളരെ പരിമിതമായ ഫീസ് മാത്രമേ ഉള്ളൂ. +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് CMA കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാമിനേഷനായിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സിനാണ് ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത്. ആ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ സിലബസ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. CA പരീക്ഷയ്ക്ക് എന്നതുപോലെ CA ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എന്നതുപോലെ 4 പരീക്ഷകളാണ് CMAയുടെ ഫൗണ്ടേഷൻ കോഴ്സിനുമുള്ളത്. ഒന്നാമത്തെ പേപ്പർ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇക്കണോമിക്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഏരിയാസാണ്. മാനേജ്മെൻറ്റ് ഏരിയ സെക്കൻഡ് ഇയറിൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് കൊമേഴ്സ് കുട്ടികൾ പഠിക്കുന്നുണ്ട്. 2 വർഷവും കുട്ടികൾ ഇക്കണോമിക്സ് പഠിക്കുന്നുണ്ട്.
ഈ പാഠഭാഗങ്ങളെ അധികരിച്ചുള്ള ചോദ്യങ്ങളാണ് പേപ്പർ 1. പേപ്പർ 2 എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ഏരിയാസാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെട്ടത്. ദെൻ തേർഡ് പേപ്പർ വരുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് ലോസ് ആൻഡ് എത്തിക്സ്, ബിസിനസ് ലോസ്, ബിസിനസ് എത്തിക്സ്, ഈ ഏരിയയാണ്. ദെൻ ഫോർത്ത് പേപ്പർ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒരു പേപ്പറായിട്ട് CMAയുടെ ഫൗണ്ടേഷൻ കോഴ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ CMAയുടെ എക്സാമിനേഷൻ റിസൾട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഫൗണ്ടേഷൻ എക്സാമിനേഷന് 79.35% വിജയമെങ്കിൽ ഇൻ്റർമീഡിയറ്റിന് 24.10, ഫൈനൽ എക്സാമിനേഷന് 18.97%. ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള വിജയശതമാനം സാധാരണ +2 പരീക്ഷയിലോ SSLC പരീക്ഷയോ പോലെ ഉയർന്ന വിജയശതമാനം ഉണ്ടാകാറില്ല. ഈ വീഡിയോയിൽ അവസാനമായിട്ട് നമ്മൾ കമ്പനി സെക്രട്ടറി, ആ തൊഴിൽ മേഖലയെക്കുറിച്ചാണ് വിശദമായിട്ട് കാണുന്നത്. എങ്ങനെ ഒരു കമ്പനി സെക്രട്ടറി ആയിത്തീരാൻ കഴിയും. CS അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന തസ്തികയിലേക്ക് നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് കമ്പനി സെക്രട്ടറി എക്സാമിനേഷൻ പാസ്സാകേണ്ടതുണ്ട്. അതിനുവേണ്ട കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഇതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി തന്നെയാണ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ നമ്മൾ കണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണെങ്കിലും കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്നുള്ള സ്ഥാപനമാണെങ്കിലും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, ഈ സ്ഥാപനമാണ് കമ്പനി സെക്രട്ടറിഷിപ്പിനുള്ള എക്സാം കണ്ടക്ട് ചെയ്യുകയും അവർക്ക് വേണ്ട കോഡ് ഓഫ് കോണ്ടക്റ്റ് നിശ്ചയിക്കുകയും ചെയ്യുന്നത്. മറ്റ് കോഴ്സുകൾ എന്ന പോലെ കമ്പനി സെക്രട്ടറിക്കും എക്സാമിനേഷനും 3 ഘട്ടങ്ങളായിട്ടുള്ള കടമ്പകളാണ് കടക്കേണ്ടത്. ആദ്യം തന്നെ ഫൗണ്ടേഷൻ എക്സാമിനേഷനാണ്, CS ഫൗണ്ടേഷൻ. രണ്ടാം ഘട്ടം CS എക്സിക്യൂട്ടീവ് എക്സാമിനേഷനാണ്, കമ്പനി സെക്രട്ടറിഷിപ്പിൻ്റെ എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ. ദെൻ ലാസ്റ്റ് വൺ ഈസ് പ്രൊഫഷണൽ എക്സാമിനേഷനാണ്, അല്ലെ പ്രൊഫഷണൽ കോഴ്സാണ് മൂന്നാം ഘട്ടം. ഇങ്ങനെ മറ്റ് 2 തൊഴിൽ മേഖലയിൽ എന്നതുപോലെ കമ്പനി സെക്രട്ടറിഷിപ്പിലും 3 കോഴ്സുകളിലൂടെയാണ് കുട്ടികൾ കടന്നു പോകേണ്ടത്. +2 കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് കമ്പനി സെക്രട്ടറിഷിപ്പിനും ഫൗണ്ടേഷൻ കോഴ്സിനും രജിസ്റ്റർ ചെയ്യാം. അടുത്ത ഇൻടേക്ക് എന്ന് പറയുന്നത് ജൂൺ 2020 അടുത്ത ഇൻടേക്ക്. +2 പാസ്സാകുക, 8 മാസമാണ് അതിൻ്റെ ട്രെയിനിങ് കാലയളവ്. അത് വിജയകരമായി പൂർത്തിയാക്കുന്നവരെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്ക് എലിജിബിലിറ്റി ലഭിക്കും. അതിന് ഇൻടേക്ക് അടുത്ത ഓഗസ്റ്റ് 2020 ഫൗണ്ടേഷൻ പാസ്സായ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് നേരിട്ടോ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്. ദെൻ CAയുടെ ഫൈനൽ എക്സാം പോലെ തന്നെയാണ് പ്രൊഫഷണൽ കോഴ്സ്. ആ എക്സിക്യൂട്ടീവ് കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാനും എക്സാം എഴുതി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അംഗീകാരത്തോടു കൂടിയിട്ട് കമ്പനി സെക്രട്ടറിയായി മാറാനും കഴിയും. സോ +2 കംപ്ലീറ്റ് ചെയ്ത കുട്ടികളെ സംബന്ധിച്ച് എങ്ങനെ ഒരു കമ്പനി സെക്രട്ടറി ആവാം? The students who would like to join the course after 10+2
+2 കഴിഞ്ഞിട്ടാണെങ്കിൽ 3 ഘട്ടങ്ങളായിട്ടാണ് അവിടെ കമ്പനി സെക്രട്ടറിയുടെ കോഴ്സ് ഉള്ളത് നമ്മൾ കണ്ടു. 1-ാം ഘട്ടം ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ്, 2-ാം ഘട്ടം എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, 3-ാം ഘട്ടം പ്രൊഫഷണൽ പ്രോഗ്രാം. എന്നാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച്, ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് നേരിട്ട് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്ക് കുട്ടികൾക്ക് പ്രവേശനമുണ്ട്. അതിനുശേഷം പ്രൊഫഷണൽ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. വളരെ ഫ്രീഡമുള്ള, എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയാണ് കമ്പനി സെക്രട്ടറിയുടെ ജോലി മേഖല എന്ന് പറയുന്നത്. സ്വതന്ത്രമായിട്ട് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടത് കൊണ്ട് തന്നെ ഒരുപാട് കഴിവുകൾ വളർത്തിയെടുക്കേണ്ട അനിവാര്യത ഒരു കമ്പനി സെക്രട്ടറിക്കുണ്ട്. CS ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ആണ് നമ്മൾ അടുത്തായിട്ട് കാണുന്നത്. അവിടെ 31 മാർച്ച്, ഡിസംബറിലാണ് എക്സാം നടക്കാറുള്ളത്. അവിടെ 31 മാർച്ചിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. എന്നാൽ ജൂണിലെ എക്സാമിനേഷന് വേണ്ടിയിട്ട് 30th സെപ്റ്റംബറിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ 30th മാർച്ചിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്ന, ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് അതേ വർഷം ഡിസംബറിൽ എക്സാം എഴുതാൻ കഴിയും. എന്നാൽ 30th സെപ്റ്റംബർ അതിനു മുന്നേ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അടുത്ത വർഷം ജൂണിലാണ് എക്സാം എഴുതാൻ കഴിയുക. +2 കഴിഞ്ഞിട്ട് ജൂണിൽ എക്സാം എഴുതേണ്ടവർ 30th സെപ്റ്റംബറിനുള്ളിൽ ഫൗണ്ടേഷൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഫൗണ്ടേഷൻ കോഴ്സിന് പഠിക്കേണ്ടത്? ഇവിടെ 4 വിഷയങ്ങൾ തന്നെയാണ് ഫൗണ്ടേഷൻ കോഴ്സിനുള്ളത്. ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ലോ 1-ാം പേപ്പർ, ബിസിനസ് മാനേജ്മെൻറ്റ് എത്തിക്സ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് 2-ാം പേപ്പർ, 3-ാമത്തെ പേപ്പർ ബിസിനസ് ഇക്കണോമിക്സ്, 4-ാം പേപ്പർ ഫണ്ടമെൻ്റൽസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. ഇപ്പോൾ മാത്തമാറ്റിക്സ് അല്ലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പറായിട്ട് ഇല്ല എന്നുള്ളത് മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് കമ്പനി സെക്രട്ടറിഷിപ്പ് കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. മാത്തമാറ്റിക്സ് അധികം ഇഷ്ടപ്പെടാത്ത കുട്ടികളെ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമായിട്ട് തോന്നുന്ന കുട്ടികളെ സംബന്ധിച്ച് CA CMA എന്നിവയേക്കാൾ കമ്പനി സെക്രട്ടറിഷിപ്പ് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ആകുക കൂടുതൽ എളുപ്പമാണ്. കാരണം ഫൗണ്ടേഷൻ കോഴ്സിന് മാത്തമാറ്റിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ കമ്പനി സെക്രട്ടറിയുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ വിഷയങ്ങൾ എന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ലോ, ബിസിനസ് മാനേജ്മെൻറ്റ് എത്തിക്സ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്, ബിസിനസ് ഇക്കണോമിക്സ് ആൻഡ് ഓൾസോ ഫണ്ടമെൻ്റൽസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. ഫീസ് സ്ട്രക്ചർ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. കമ്പനി സെക്രട്ടറി ആകുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ കോഴ്സുകളുടെ ഫീസ് സ്ട്രക്ചറാണ്. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് 4500 രൂപയാണ്. ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് 4500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിനാകട്ടെ കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ 9000 രൂപയേ ഉള്ളൂ. കൊമേഴ്സ് ഗ്രാജുവേറ്റുകളെ സംബന്ധിച്ച് 9000 രൂപയാണ്. നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് ആകുമ്പോൾ അത് 10000 മാറുന്നു. അങ്ങനെ ഓരോ കാറ്റഗറിയിലുമുള്ള കുട്ടികൾക്ക് വ്യത്യസ്ത ഫീസാണ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന്. ദെൻ തുടർന്ന് പ്രൊഫഷണൽ പ്രോഗ്രാമിന് 12000 രൂപയാണ് ഫീസ്. അപ്പോൾ ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകൾക്ക് മറ്റു പ്രൊഫഷണൽ കോഴ്സുകളെ അപേക്ഷിച്ച് ഫീസ് കുറവാണെന്നുള്ളത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. വളരെ ആകർഷകമായിട്ടുള്ളൊരു കാര്യമാണ്. താരതമ്യേന വരുമാനം കുറഞ്ഞവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പിന് പോലും പഠന മികവുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇത്തരം പ്രൊഫഷണൽ മേഖലയിൽ എത്തിപ്പെടാനും നല്ല ഒരു കരിയർ മേഖലയിലേക്ക് എത്തിപ്പെടാനും കഴിയും. ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഡ്യൂട്ടീസാണ് ചെയ്യേണ്ടി വരിക? ഫസ്റ്റ്ലി ടു അസിസ്റ്റ്
ദ ബോർഡ് ഇൻ ദ കണ്ടക്ട് ഓഫ് അഫയേഴ്സ് ഓഫ് ദ കമ്പനി. നമുക്കറിയാം ഒരു കമ്പനി ഭരണം നടത്തുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കുന്നത് കമ്പനി സെക്രട്ടറിയാണ്. സെക്കൻഡ്ലി, ടു പ്രൊവൈഡ് ഗൈഡൻസ് ടു ദ ഡയറക്ടേഴ്സ് അബൌട്ട് ദർ ഡ്യൂട്ടീസ്. കമ്പനി ഡയറക്ടേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. എൻഷുറിങ് ആൻഡ് കംപ്ലൈങ് വിത്ത് കോർപ്പറേറ്റ് ഗവേണൻസ്. കമ്പനി നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കമ്പനി ഭരണം നടത്തുക. എൻഷുറിങ് ദാറ്റ് ദ കമ്പനി കംപ്ലൈൻസ് വിത്ത് സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സ്. ടു ടേക്ക് ദ റിക്വയർഡ് പെർമിഷൻ ഫ്രം ദ ബോർഡ് ആൻഡ് വേരിയസ് ഗവൺമെൻറ് ബോഡീസ്. അതോടൊപ്പം തന്നെ വിവിധ ഗവൺമെൻറ് ഏജൻസികളിൽ നിന്ന് വേണ്ട പെർമിഷൻ, നിയമപരമായിട്ട് ലഭിക്കേണ്ട അനുമതിയൊക്കെ വാങ്ങിയെടുക്കേണ്ടതും കമ്പനി സെക്രട്ടറി ഉത്തരവാദിത്തമാണ്. ആൻഡ് ഓൾസോ ടു ഫെസിലിറ്റേറ്റ് ദ കൺവീനിങ് ഓഫ് മീറ്റിംഗ്സ്. ബോർഡ് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക, അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം കമ്പനി സെക്രട്ടറിക്കാണ്. ഒരു കമ്പനിയുടെ ഭരണ ചുമതല പ്രധാനമായിട്ടും വഹിക്കുന്നത് ഒരു കമ്പനി സെക്രട്ടറിയാണ്. 3 പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ആൻഡ് ഓൾസോ കമ്പനി സെക്രട്ടറി. ഈ 3 തൊഴിൽ മേഖലകളുടെ കോഴ്സ് സ്ട്രക്ചറാണ് നമ്മൾ കണ്ടത്. ഈ പ്രൊഫഷണൽ രംഗങ്ങളിലേക്ക് വരാൻ താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ച് ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. ഈ കോഴ്സുകളെക്കുറിച്ചുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. അടുത്ത വീഡിയോയിൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള മറ്റ് കരിയർ മേഖലകൾ കൂടി നമുക്ക് കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.